മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെ എത്തി? പ്രപഞ്ചത്തിലോട്ടാ പോയത്, സൂര്യനിലോട്ടാ പോയത്, സണ്ണിലോട്ടാണ് പോയത്. സണ്ണ് നിലനിൽക്കുന്ന ഗാലക്സി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ആ മുത്തുച്ചിപ്പികളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, മനസ്സിലായി? അത് പറക്കിയടിക്കിരിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ പക്ഷേ ചന്ദ്രന്റെ ഓരോ മാസത്തെയും കലകൾ ഫുൾ മൂൺ ആകുന്നു. അത് അടുത്ത ഓരോ ദിവസങ്ങളിലും ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇനി എന്താണ്? ഓരോ ദിവസവും കുറഞ്ഞാണ് വരുന്നത്. മനസ്സിലായില്ലേ? ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇനി അത് കുറഞ്ഞ് അത് ന്യൂ മൂൺ എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് മാറുകയാണ്. അപ്പൊ ചന്ദ്രന് ഈ ചന്ദ്രവട്ടത്തിൽ പ്രകാശിക്കാൻ പറ്റിയ ഏറ്റവും എന്താണ് ഉള്ള ഒരു ദിവസം ഇന്നാണ്. ഇനി അങ്ങോട്ട് പുള്ളിക്ക് എന്താ? ചന്ദ്രന് വ്യത്യാസമല്ല കേട്ടോ. മനുഷ്യൻ ചന്ദ്രനെ നോക്കുന്നത് മനുഷ്യന് ചില ഉദാഹരണത്തിന് വേണ്ടിയാണല്ല. ചന്ദ്രൻ കൃത്യമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മനുഷ്യനിൽ നിന്നുകൊണ്ട് അത് വീക്ഷിച്ചാലേ ഞാൻ പറയുന്ന ആ ഒരു കാര്യം മനസ്സിലാവൂ. ഓക്കെ, അപ്പൊ അത് പ്രകാശം ഭൂമിയിലേക്ക് അടിക്കില്ല, നമ്മളിവിടെ അടിക്കില്ല, വേറെ എങ്ങോട്ടൊക്കെ ആയിരിക്കും ചെല്ലുന്നത്. അപ്പൊ ഇത് ഭൂമിയിലേക്ക് അടിക്കുക, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റത്തില്ല. കുറഞ്ഞ് അവർ വീണ്ടും സീറോ അവസ്ഥയിൽ വീണ്ടും കൂടി. അപ്പൊ ഇന്നത്തെ ദിവസം സൂര്യൻ എവിടെയാണ്? അതായത് പകല് സൂര്യൻ ഇപ്പൊ എത്ര മണിയായി? 10 മണിയായി. 10 മണിക്ക് സൂര്യൻ എവിടെ ഉണ്ടാവും? നമ്മളിങ്ങനെ നോക്കിയാൽ കിഴക്കുന്ന നമ്മളെ ഉച്ചയിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ നോക്കിയാലും ചന്ദ്രൻ അവിടെ ആയിരിക്കും. ഇന്നത്തെ സമയം സൂര്യനുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഇന്നത്തെ സമയം മാത്രമാണ്. ടീച്ചർ നോക്കാൻ തന്നെ വിചാരിച്ചു കേട്ടോ. ശരിയാണോ? എത്തിയില്ല. വരുന്നുള്ളോ? എവിടെ വരുന്നുള്ളൂ? ബേക്കിന്നോ? കിഴക്ക് ഭാഗത്തുനിന്ന്. അതായത് സൂര്യൻ 10 മണിക്ക് വരുമ്പോ എവിടെ ഉണ്ടാവും? അവിടെ മരങ്ങൾ കാണുന്നില്ല. അതായത് സൂര്യൻ, അതായത് ഇന്ന് 12 മണിക്ക് നോക്കിയാൽ നമ്മളുടെ തലഭാഗത്ത് കാണും. അതായത് സൂര്യൻ എവിടെയാണ്? പകല് 12 മണിക്ക്. അത് ഇന്നത്തെ ദിവസം മാത്രമേ കിട്ടൂ. ഓക്കെ, വളരെ സമയം ആയി. ഞാനിത് ഒരു ചെറിയൊരു കാര്യം കൂടി ഇതിനകത്ത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞത്. അതുപോലെയാണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കും ഇതുപോലെ ഈ കലകളിൽ വ്യത്യാസം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകൾ രൂപപ്പെടും എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്നലത്തെ ചാർജ് ഇല്ലായിരുന്നു, ഇന്നലത്തെ വരവില്ലായിരുന്നു, ഇന്നലത്തെ കസ്റ്റമർ വന്നില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇതൊരു സർക്കിളിങ്ങും കൂടിയാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ലക്ഷ്യത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വയ്ക്കുക, ടോട്ടലി വയ്ക്കരുത്. ഏത് കാര്യത്തിലും ഫുൾ ഒറ്റ സ്റ്റെപ്പ് വെക്കരുത്. മനസ്സിലായി? അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 100 സ്റ്റെപ്പ് ഉള്ള ഒരു 100 അടിയുള്ള ഒരു സ്ഥലത്ത് ഒരു ഒറ്റ സ്റ്റെപ്പ് വയ്ക്കാൻ നോക്കരുത്.